السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله بلغ الرسالة وأدى الأمانة. صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജീവിക്കാൻ അനുവദിച്ചിരിക്കുന്ന ഭൗതിക ലോകത്ത് കുറെ ആവശ്യങ്ങൾ നിശ്ചയിച്ചിരിക്കുകയാണ്. ആവശ്യങ്ങൾ പൂർത്തീകരിക്കേണ്ടുന്ന മാർഗവും അല്ലാഹു അറിയിച്ചു തന്നിട്ടുണ്ട്. അനുവദനീയമായ മാർഗം ഏതാണ്? ആ മാർഗത്തെ നാം സ്വീകരിക്കുകയും അവലംബിക്കുകയും ചെയ്യണം. നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഹറാമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും വളരെ കൃത്യമായി അല്ലാഹു വിവരിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാടെ ഉപേക്ഷിക്കണം, പാടെ വെടിയണം. നമുക്ക് ഈ ഭൗതിക ലോകത്ത് ആവശ്യമായ ഒരു കാര്യമാണ് സമ്പാദ്യം. ആ സമ്പാദ്യത്തിനുള്ള അനുവദനീയമായ മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും മനുഷ്യർക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ മാർഗങ്ങൾ മനുഷ്യൻ അവലംബിക്കണം. അനുവദനീയമായ സമ്പാദ്യ മാർഗങ്ങളിലൂടെ മനുഷ്യൻ സമ്പത്ത് നേടിയെടുക്കണം. സ്വന്തമായി അനുവദനീയമായ ജോലികളിൽ വ്യാപൃതരാകണം. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ما أكل أحد طعاما قط خيرا من أن يأكل عمل يده وإن نبي الله داود كان يأكل من عمل يده. ഒരു മനുഷ്യൻ അന്നം കഴിക്കുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് സ്വന്തമായി പണിയെടുത്ത് കിട്ടുന്ന സമ്പാദ്യ മാർഗങ്ങളിലൂടെ ഭക്ഷണം കഴിക്കലാണ്. തീർച്ചയായും പ്രവാചകനായ ദാവൂദ് നബി അലൈഹിസ്സലാം സ്വന്തം കരങ്ങൾ കൊണ്ട് പണിയെടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമായിരുന്നു.
മനുഷ്യൻ ഹലാലായ സമ്പാദ്യ മാർഗങ്ങളിൽ ഏർപ്പെടുന്നതിന് പ്രോത്സാഹനവും പ്രേരണയും നൽകുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മറ്റൊരിക്കൽ പറയുകയുണ്ടായി, തലബു കസ്ബിൽ ഹലാലി ഫരീദത്തുൻ ബഅദൽ ഫരീദ. നമ്മൾ സർവ്വസാധാരണമായി മനസ്സിലാക്കിയിരിക്കുന്ന ഫർളായ കാര്യങ്ങളുണ്ട്. ദിനേനയുള്ള 5 നേരത്തെ നമസ്കാരം, വർഷത്തിലെ റമദാനിലെ വ്രതാനുഷ്ഠാനം, സാമ്പത്തികമായ ശേഷിയുള്ളവർ ഒരു വർഷമാകുമ്പോൾ ആ സമ്പത്തിന്റെ സകാത്ത് കൊടുത്തു വീഴണം, ഹജ്ജ് നിർബന്ധമായവരെ ഹജ്ജ് ചെയ്തു വീഴണം. ഇങ്ങനെ മർമ്മപ്രധാനമായി നാം മനസ്സിലാക്കിയിരിക്കുന്ന ഫർളായ കാര്യങ്ങൾക്ക് ശേഷം പ്രധാനപ്പെട്ട ഒരു ഫർളാണ് ഹലാലായ സമ്പാദ്യ മാർഗങ്ങളുമായി ബന്ധപ്പെടുന്നത്. ഹലാലായ സമ്പാദ്യ മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന സമ്പത്ത് നമ്മൾ അന്നമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ ആനന്ദവും കുളിർമയും നൽകും. സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഇടയിൽ അല്ലാഹു അംഗീകാരവും ആദരവും നൽകും. ഇനി ജനങ്ങളോട് യാചനയുടെ രീതി അവലംബിക്കുന്നു എങ്കിൽ അങ്ങേയറ്റം ആക്ഷേപാർഹമായ കാര്യമാണ്. ഇമാം ബുഖാരി അലൈഹി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കൊണ്ടുവരുന്ന ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ലാ യഹ്തബിബ അഹദുകും ഹുസുമതൻ അലാ വഹിരിഹി ഖൈറുൻ ലഹു മിൻ അൻ യസ്അല അഹദൻ ഫയുഅതിയഹു ഔ മനഅഹു. നിങ്ങളിൽപ്പെട്ട ഒരാൾ താഴ്ന്ന അനുവദനീയമായ ജോലിയുമായി ബന്ധപ്പെടുന്നു. സാധാരണയായി നമ്മൾ താഴ്ന്ന ജോലിയായിട്ട് മനസ്സിലാക്കുന്ന ചുമട്ട് വഹിക്കുന്ന അല്ലെങ്കിൽ ചുമടുകൾ ചുമക്കുന്ന തൊഴിലാളികൾ, ഈ ചുമട്ട് ജോലി ചെയ്യുക എന്നതും വളരെ പ്രശംസനീയമായ കാര്യമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാരണം അത് അനുവദനീയമായ ഒരു സമ്പാദ്യ മാർഗമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങളിൽപ്പെട്ട ഒരാൾ വിറക് ശേഖരിച്ച് അതിനെ കെട്ടി തന്റെ മുഖത്ത് ചുമന്ന് തന്റെ മുതുകത്ത് ചുമന്നുകൊണ്ട് ഉടമസ്ഥന്റെ വീട്ടിലേക്ക് എത്തിക്കുക എന്നത്, അതിന്റെ പേരിൽ അയാൾക്ക് കിട്ടുന്ന ആ വേതനം, കൂലി, ഖൈറുൻ ലഹു, അവന് ശ്രേഷ്ഠമായതാണ്, മിൻ അയ്യസ്അല അഹദൻ, ആരോടെങ്കിലും യാചിക്കുന്നതിനേക്കാൾ, ചോദിക്കുന്നതിനേക്കാൾ. എന്റെ അടുത്ത് പൈസ ഉണ്ടോ, ചിലപ്പോൾ അയാൾ കൊടുത്തേക്കാം, ചിലപ്പോൾ അയാൾ കൊടുക്കാതിരുന്നേക്കാം. ഇങ്ങനെ യാചനയുടെ രീതി അവലംബിക്കുന്നതിനേക്കാൾ നല്ലതാണ് സാധാരണമായ അനുവദനീയമായ തൊഴിലുമായി ജോലിയുമായി വ്യാപൃതമാകണം. ഇമാം തബറാനി അദ്ദേഹത്തിന്റെ മഅജമിൽ കൊണ്ടുവരുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലത്ത് ഒരു സഹാബി നടന്നു വരുന്നത് കണ്ടപ്പോ മറ്റ് സഹാബിമാർ അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, ആ നടന്നു വരുന്നയാൾ ആചാരബാഹുവായ ആരോഗ്യ ദൃഢഗാത്രനായ ഒരു മനുഷ്യനാണ്, നല്ല ശരീര പുഷ്ടിയുണ്ട്, നല്ല ഉന്മേഷവാനാണ്, നല്ല ആരോഗ്യവാനാണ്. അഥവാ അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇദ്ദേഹം പുറപ്പെട്ടിരുന്നു എങ്കിൽ ഇദ്ദേഹം എത്രയോ ഉയർന്ന കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ശത്രുക്കൾക്കെതിരിൽ ശക്തമായി പോരാടാനുള്ള ശക്തിയും ആർജവും ഊർജവും ഇദ്ദേഹത്തിനുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സന്ദർഭത്തിൽ പറയുകയുണ്ടായി, ഈ ആരോഗ്യവും ഉന്മേഷവും ഉപയോഗിച്ചുകൊണ്ട് ലൗ ഖറജ അൻ യസ്ആ ലൗ ഖറജ അൻ യസ്ഇയ, ഇയാൾ പുറപ്പെടുന്നു, പരിശ്രമിക്കുന്നു, അലാ വലദിഹി സിഗാറൻ ഫി സബീലിഹി, ഇയാളുടെ ചെറിയ മക്കൾക്ക് വേണ്ടി ഇദ്ദേഹം ഹലാലായ സമ്പാദ്യ മാർഗങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നു എങ്കിൽ ഇയാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടവനാണ്. വീണ്ടും പ്രവാചകൻ പറയുകയുണ്ടായി, ലൗ കാന ഖറജ അൻ യസ്ആ അലാ വാലിദൈഹി കബീറൈനി ശൈഖൈനി കാന ഫീ സബീലില്ലാഹ്, പ്രായം ചെന്ന വയോവൃദ്ധരായ മാതാപിതാക്കൾക്ക് ആവശ്യമായ സമ്പാദ്യ മാർഗങ്ങളിൽ ഏർപ്പെടുന്നതിന് വേണ്ടി ഇദ്ദേഹം പരിശ്രമിച്ചിരുന്നു എങ്കിൽ ഇയാൾ അല്ലാഹുവിന്റെ ദീനിന്റെ വഴിയിലാകുമായിരുന്നു.
വീണ്ടും പ്രവാചകൻ പറയുകയുണ്ടായി ലൗ ഖറജ അൻ യസ്അ അലാ നഫ്സിഹി യൻഫഉഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. സ്വന്തം ശരീരത്തിന് ആവശ്യമായ സമ്പാദ്യ മാർഗങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു എങ്കിൽ ഇയാൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടയാളാകുമായിരുന്നു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ് ലൗ കാന ഖറജ മുറാഇയൻ വസുംഅതൻ ഫഹുവ ഫീ സബീലി ശൈത്താൻ. ഇനി ഇയാൾ ദുനിയവിയായ അനുവദനീയമായ ഹലാലായ സമ്പാദ്യ മാർഗങ്ങളുമായി ബന്ധപ്പെടലാകട്ടെ, അള്ളാഹുവിന്റെ ദീനിന്റെ ഉന്നമനത്തിനു വേണ്ടിയുള്ള പുറപ്പെടലും പരിശ്രമവുമാകട്ടെ, ലോകരെ കാണിക്കാൻ വേണ്ടിയാണ് എങ്കിൽ, പ്രൗഢി നടിക്കാൻ വേണ്ടിയാണ് എങ്കിൽ ശൈത്താന്റെ മാർഗത്തിലായിരിക്കുകയാണ്. അനുവദനീയമായ സമ്പാദ്യ മാർഗങ്ങളുമായി ബന്ധപ്പെടുന്നതിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഈ ഒരു സംഭവം തന്നെ മതിയായ കാര്യമാണ്. കാരണം മനുഷ്യൻ അവന്റെ പള്ളയിലേക്ക് ഇറക്കി വിടുന്ന അന്നപാനീയങ്ങളിൽ നിന്നാണ് അവന്റെ ശരീരത്തിൽ രക്തവും, ആ രക്തത്തിൽ നിന്നാണ് ബീജവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതിലൂടെ ആ സന്താനങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കും നമ്മുടെ തലമുറയ്ക്കും ദീനിയായ ഊർജവും ആർജവും കിട്ടാൻ വേണ്ടി അനുവദനീയമായ സമ്പാദ്യ മാർഗങ്ങളിലൂടെ നേടിയെടുത്ത സമ്പത്ത് കൊണ്ട് മാത്രം അന്നപാനീയങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. എങ്കിലേ നമ്മുടെ രക്തം പരിശുദ്ധമാകുകയുള്ളൂ, നമ്മുടെ ശരീരം പരിശുദ്ധമാകുകയുള്ളൂ, നമ്മുടെ മക്കളും നമ്മുടെ തലമുറയും പരിശുദ്ധമാകുകയുള്ളൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബിമാർക്കും മക്കയിൽ ഇസ്ലാമിക പ്രബോധനവുമായി കഴിഞ്ഞുകൂടൽ ദുസ്സഹമായപ്പോൾ അല്ലാഹുവിന്റെ പ്രവാചകനും സഹാബിമാരും മദീനയിലേക്ക് പലായനം ചെയ്തു വന്നു. മദീനക്കാരായ മുസ്ലിമീങ്ങൾ ഹിജ്റത്ത് ചെയ്തു വന്ന എല്ലാവരെയും എല്ലാ നിലയിലും സഹായിക്കാനും ഔലിമായി സഹകരിക്കാനും സന്നദ്ധരായി. അല്ലാഹുവിന്റെ പ്രവാചകൻ വൈദേശികരായി മുഹാജിരീങ്ങളെ സ്വദേശികളായ അൻസാരികളിൽപ്പെട്ട ഓരോരുത്തരുമായി സഹോദരി ബന്ധം സ്ഥാപിച്ചു കൊടുത്തു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സഹോദരി ബന്ധം സ്ഥാപിച്ചു തന്നത് സഈദ് ഇബ്നു റബീഅ എന്ന് പറയുന്ന അൻസാരി സഹാബിയുമായിട്ടാണ്. മദീനക്കാരിലെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു സഈദ് ഇബ്നു റബീഅ എന്ന് പറയുന്ന സഹാബി. ആ സഹാബി ഹിജ്റത്ത് ചെയ്തു വന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, എനിക്ക് ഒരുപാട് സമ്പത്തുണ്ട്, നിങ്ങൾ എന്റെ സഹോദരനാണ്, അതുകൊണ്ട് എന്റെ തോട്ടങ്ങളിൽപ്പെട്ട ഒരു തോട്ടം നിങ്ങൾക്ക് ഞാൻ നൽകുകയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് സ്വൈര്യമായി ജീവിതം കഴിച്ചു കൂട്ടാം. എന്നിട്ട് സഈദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ട്. നിങ്ങൾ ആ ഭാര്യമാരിൽ ഏത് ഭാര്യയാണോ ആഗ്രഹിക്കുന്നത് ആ ഭാര്യയെ ഞാൻ തലാഖ് ചെല്ലാം. ഇദ്ദ കഴിഞ്ഞാൽ അവളുമായി നിങ്ങൾക്ക് വിവാഹ ബന്ധത്തിൽ ഏർപ്പെടാം. അങ്ങനെ എന്തുകൊണ്ടും സ്വൈര്യമായി നിങ്ങൾക്ക് ഈ വീട്ടിൽ താമസിക്കാം. എന്നാൽ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വെച്ച സമ്പത്ത് സ്വീകരിക്കാൻ തയ്യാറായില്ല. ചോദിച്ചു, എവിടെയാണ് മാർക്കറ്റ്? സഈദ് ഇബ്നു റബീഅ പറഞ്ഞു, മദീനയിൽ ഖൈൽഖാഅ് എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ കമ്പോളമുണ്ട്. ആ കമ്പോളത്തിലേക്ക് മക്കയിൽ നിന്നും പലായനം ചെയ്തു വന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പുറപ്പെടുകയാണ്. അദ്ദേഹം വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുപോയ സാധനം എന്താണ്? പാൽക്കട്ടിയും കുറച്ച് നെയ്യും മറ്റുമൊക്കെയായി. സാധാരണയായി നമ്മളൊക്കെ ഈത്തപ്പഴം കച്ചവടം അങ്ങനെയുള്ള ചെറിയ കച്ചവടക്കാരെ കുറിച്ച് കാണാറുണ്ട്. അങ്ങനെയുള്ള സാധനങ്ങളുമായി മാർക്കറ്റിൽ പോയി കച്ചവടം തുടങ്ങി വലിയ കച്ചവടക്കാരനായി വലിയ ലാഭം അദ്ദേഹം കൊയ്യുന്നയാളായി. ആ കിട്ടിയ പൈസ കൊണ്ട് അദ്ദേഹം മഹർ കൊടുത്ത് ഒരു പെണ്ണിനെ വിവാഹം ചെയ്തു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം മസ്ജിദ് നബവിയിൽ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പുതുവസ്ത്രങ്ങൾ ധരിച്ചിരിക്കുകയാണ്. ആ വസ്ത്രത്തിലാണ് എങ്കിൽ പുതുമണവാളൻ സാധാരണയായി പുറത്തുന്ന സുഗന്ധദ്രവ്യത്തിന്റെ നിറവ് കാണാനിടയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, അബ്ദുറഹ്മാനെ എന്ത് സംഭവിച്ചു? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു കാരക്കയുടെ
ഗുരുവിന്റെ അളവ് സ്വർണ്ണം മഹറായി നൽകിക്കൊണ്ടൊരു പെൺകുട്ടിയെ വിവാഹം ചെയ്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഔലിൻ വലൗ ബിസാം, നീ ഒരു ആടിനെ അവർക്കാണെങ്കിലും വിവാഹ സൽക്കാരം നടത്താം. മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടിയോ ഏതാനും മാസങ്ങൾക്ക് വേണ്ടിയോ അല്ല, സ്ഥായിയായി തങ്ങളുടെ ഭൂസ്വത്തുക്കളും തങ്ങളുടെ ദുനിയാവും ഭൗതികതയും വീടും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടാണ് മദീനയിലേക്ക് വരുന്നത്. ആ മദീനയിലേക്ക് വന്നപ്പോൾ മദീനയിൽപ്പെട്ട ഒരു സഹാബി ആ സഹാബിക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ നിരസിച്ചുകൊണ്ട് മാർക്കറ്റിൽ പോയി സ്വന്തമായി കഠിനാധ്വാനം ചെയ്ത് സമ്പത്ത് നേടി ആ സമ്പത്ത് കൊണ്ട് വിവാഹം കഴിക്കുകയാണ് ചെയ്തത്. ഹലാലായ സമ്പാദ്യ മാർഗങ്ങളുടെ മഹാത്മ്യം മനസ്സിലാകാൻ ഇതിൽ പരം മറ്റ് സംഭവങ്ങൾ എത്തുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ വഖുലൂ മിൻ റിസ്ഖിഹി വഇലൈഹി തുഹ്ശറൂൻ. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ, അല്ലാഹു നിങ്ങൾക്ക് ഭൂമിയെ വിധേയത്വമാക്കി നൽകിയിരിക്കുകയാണ്, നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുകയാണ്. ആ ഭൂമിയുടെ ഓരങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. എന്നിട്ട് അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമ്പാദ്യ മാർഗങ്ങളുമായി ബന്ധപ്പെടണം. അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന സമ്പാദ്യ മാർഗങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് നിങ്ങൾ അന്നം കഴിക്കണം. അല്ലാഹു പറയും, فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله. നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് പറക്കണം. എന്നിട്ട് അല്ലാഹു നിങ്ങൾക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്ന ധാരാളം സമ്പാദ്യ മാർഗങ്ങളുണ്ട്, അതുമായി നിങ്ങൾ ബന്ധപ്പെടണം എന്ന് ഖുർആനിലൂടെ അല്ലാഹു നിർദ്ദേശം നൽകുകയാണ്. ഇന്ന് മനുഷ്യരുടെ പ്രകൃതിയായി പോയിരിക്കുക, വെറുതെ ഇരുന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ സമ്പാദിക്കുക, എങ്ങനെയെങ്കിലൊക്കെ അന്നം കഴിക്കുക. ആരുടെക്കെങ്കിലും പൈസ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കൊടുക്കുക, അയാളെ ലാഭം കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നു, ഇതൊന്നും അന്വേഷിക്കാറില്ല. എന്നതാക്കുമാണ്. അതുകൊണ്ട് അല്ലാഹു ഖുർആനിലൂടെ ഹദീസിലൂടെ ഹലാലായ സമ്പാദ്യ മാർഗങ്ങൾ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ സമ്പാദ്യ മാർഗങ്ങളുമായി നമ്മൾ ബന്ധപ്പെടണം. ആ സമ്പാദ്യ മാർഗങ്ങളിലൂടെ കിട്ടുന്ന സമ്പത്ത് കൊണ്ട് നമ്മൾ അന്നം കഴിക്കണം. നമ്മുടെ ഭാര്യ മക്കളെ അന്നം കഴിപ്പിക്കണം. അതിലൂടെ നമ്മുടെ ശരീരവും നമ്മുടെ ഭാര്യ മക്കളുടെ ശരീരവും പരിശുദ്ധമായി തീരും. അവരിലൂടെ ഉണ്ടാകുന്ന തലമുറയും പരിശുദ്ധരായി തീരും. ആ പരിശുദ്ധിയോടുകൂടി അവർ ജീവിക്കുമ്പോൾ കുടുംബങ്ങളിലും വീട്ടിലും പ്രദേശത്തിലും സമുദായത്തിലും സ്വൈരതയും സമാധാനവും കഴിയണം. ഹറാമായ സമ്പാദ്യ മാർഗങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്, ഖുർആൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പലിശ, കൈക്കൂലി, ഇങ്ങനെയുള്ള ധാരാളം സമ്പാദ്യ മാർഗങ്ങൾ ഹറാമാക്കിയിരിക്കുകയാണ്. ഇന്ന് ഹറാമായ ധാരാളം സമ്പാദ്യ മാർഗങ്ങൾ അത് ഹലാലായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലമാണ്. നമ്മളേത് സൂപ്പർ മാർക്കറ്റുകളിൽ പോയി കഴിഞ്ഞാലും മുസ്ലിമീങ്ങളാണെങ്കിൽ വരെയും രൂപങ്ങൾ വിൽപ്പന നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോ മറ്റ് മതസ്ഥരുടെ ആരാധ്യരായ ആൾക്കാരുടെ പ്രതിഷ്ഠകളും രൂപങ്ങൾ വരെയും വിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ശക്തമായി വിലക്കിയ ഒരു കാര്യമാണ് ജീവനുള്ളതിന്റെ രൂപങ്ങൾ നിർമ്മിക്കലും അതിനെ വിൽപ്പന നടത്തലും. പച്ചയായ ഹറാമാണ്. ജീവനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യര്, ജന്തുക്കള്, പക്ഷി, പർവാദികൾ
ഇങ്ങനെയുള്ളതിന്റെ പടം വരയ്ക്കലും അതിന്റെ ഫോട്ടോ ഉണ്ടാക്കലും അതിന്റെ രൂപങ്ങൾ നിർമ്മിക്കലും നിഷിദ്ധമാണ്, ഹറാമാണ്, ഗുരുതരമായ പാപമാണ്. അതുപോലെ തന്നെ ആ രൂപങ്ങൾ വിൽപ്പന നടത്തലും ഗുരുതരമായ പാതകമാണ്. ബുഖാരി ശരീഫിന്റെ റിവായത്തിൽ കാണാം, സഈദ് ബിൻ അബി ഹസൻ പറയുകയാണ്, കുന്തു മഅ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, ഞാൻ സഹാബിമാരിൽപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാന്റെ കൂട്ടത്തിലായിരിക്കുമ്പോൾ ഇദ് ജാഅഹു റജുലുൻ, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാന്റെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് അദ്ദേഹം വിവരിക്കുകയാണ്, ഇന്നി ഇൻസാൻ, തീർച്ചയായും ഞാൻ മനുഷ്യനാണ്. ഇന്നമാ മഈസതി മിൻ അമലി യദി, ഞാൻ എന്റെ മഈസത്ത് ജീവിതവൃത്തി കഴിച്ചു കൂട്ടുന്നത് സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ച് നേടുന്ന സമ്പത്തിലൂടെയാണ്. എന്നിട്ട് അദ്ദേഹം വിവരിക്കുകയാണ്, ഞാൻ എന്റെ കരങ്ങളിലൂടെ എന്ത് അധ്വാനമാണ് ചെയ്യുന്നത്. ഇന്നമാ അസ്നഉ ഹാദിഹി സുവർ, ഞാൻ രൂപങ്ങൾ നിർമ്മിക്കും, എന്നിട്ട് അതിനെ വിൽപ്പന നടത്തും. ആ വിൽപ്പന നടത്തി കിട്ടുന്ന സമ്പത്ത് കൊണ്ടാണ് ഞാൻ ജീവിതവൃത്തി കഴിച്ചു കൂട്ടുന്നത്. ഇത് കേട്ടപ്പോ പറയുകയുണ്ടായി, ലാ ഉഹദ്ദിതുക ഇല്ലാ മാ സമിഅതുഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, ഞാൻ നിങ്ങളോട് എന്റെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കേട്ട കാര്യം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഈ പറയുന്ന ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുതരമായ പാതകമാണ്, ഹറാമാണ്. ഇതിലൂടെ നിങ്ങൾ നടത്തുന്ന സമ്പാദ്യ മാർഗങ്ങളും ഹറാമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, മൻ സവ്വറ സൂറത്തൻ ഫഇന്നല്ലാഹ മുഅദ്ദിബുഹു, ആരെങ്കിലും രൂപങ്ങൾ നിർമ്മിക്കുന്നു എങ്കിൽ തീർച്ചയായും അല്ലാഹു അവനെ ശിക്ഷിക്കും. എത്ര സമയമാണ് ശിക്ഷിക്കുന്നത്? ഈ രൂപങ്ങൾ നിർമ്മിക്കുന്നവന് കിട്ടുന്ന ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലളിതമായ അല്ലെങ്കിൽ സരളമായ അല്ലെങ്കിൽ ചെറുതായ എന്തെങ്കിലും ശിക്ഷയല്ല, ചെറിയ ഒരു കാലപരിധിയിൽ ഒതുങ്ങുന്ന ശിക്ഷയുമല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഹത്താ യൻഫുഖ ഫീഹാ റൂഹ്, അവൻ നിർമ്മിച്ച ആ രൂപങ്ങൾ നാളെ മഹ്ശറയിൽ ഹാജരാക്കിയിട്ട് അവനോട് അതിൽ ജീവൻ നൽകാൻ ആവശ്യപ്പെടും. ഫലൈസ ബിനാഫിഹിൻ അബദാ, ഒരാൾക്കും ജീവൻ നൽകാൻ കഴിയില്ല. അപ്പൊ അയാളുടെ ശിക്ഷ എത്രത്തോളം? ആ നിർമ്മിച്ച രൂപത്തിന് ജീവൻ നൽകുന്നത് വരെ ശിക്ഷ നൽകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അവൻ ശക്തമായ ഒരു പെടലിൽ അകപ്പെട്ടു പോകും, ഗുരുതരമായ ശിക്ഷയിൽ അകപ്പെട്ടു പോകും. നമ്മൾ വളരെ ലളിതമായി കാണുന്ന ഒരു തിന്മയാണ് രൂപങ്ങൾ വരയ്ക്കൽ, രൂപങ്ങൾ നിർമ്മിക്കൽ, രൂപങ്ങൾ ഉണ്ടാക്കൽ, ആ രൂപങ്ങളുടെ വിൽപ്പന നടത്തൽ. എന്നാൽ നാളെ ആഖിറത്തിൽ ഈ രൂപങ്ങൾക്ക് ജീവൻ നൽകുന്നത് വരെ ശിക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശിക്ഷയ്ക്ക് പരിധിയും പരിമിതിയും ഇല്ല എന്ന അവസാനം. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം വിവർണമായി. അബ്ദുല്ലാഹ് അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയുണ്ടായി, വൈഹക ഇൻ കുൻത സാനിഅൻ ഫസ്ന ഫഅലൈക ബിഹാദ സജരി വകുല്ലി ശൈഇൻ ലൈസ ഫീഹി റൂഹ്. ഇനി നിനക്ക് രൂപങ്ങൾ നിർമ്മിച്ചേ തീരുവെങ്കിൽ രൂപങ്ങൾ നിർമ്മിക്കാം. ഏത് രൂപങ്ങളാണ്? വൃക്ഷങ്ങളുടെ രൂപം നിർമ്മിക്കുക, അതിന് ജീവനില്ല, ജമാദാത്ത് എന്നാ പറയുന്നത്. ഇതുപോലെ ജീവനില്ലാത്ത ധാരാളം ജമാദാത്തുകളുണ്ട്, നിർജീവ വസ്തുക്കൾ, അതിന്റെ രൂപങ്ങൾ നിനക്കുണ്ടാക്കാം. ജീവനുള്ളതിന്റെ രൂപങ്ങൾ നിർമ്മിക്കാൻ പാടില്ല. അത് മനുഷ്യനാണെങ്കിലും മനുഷ്യേതര ജന്തുക്കളാണെങ്കിലും പക്ഷിപർവാദികളാണെങ്കിലും മത്സ്യങ്ങളാണെങ്കിലും ഇതിന്റെ ഒന്നും രൂപം നിർമ്മിക്കാൻ വിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നില്ല. ആ രൂപങ്ങൾ നിർമ്മിച്ച് വിൽപ്പന നടത്തുന്നത് ഹറാമാണ്. ഇങ്ങനെ ധാരാളം സമ്പാദ്യ മാർഗങ്ങൾ നമ്മുടെ നോട്ടത്തിൽ ഹലാലായി തോന്നുമെങ്കിലും പച്ചയായ ഹറാമാണ്. അതേതെങ്കിലും ദീനിയായ
മാറി ചെയ്തു എന്ന് വിചാരിച്ചുകൊണ്ടത് ഹലാലാവില്ല. അൽ ഹലാലു ബയ്യിനുൻ വൽ ഹറാമു ബയ്യിൻ. ഹലാൽ വ്യക്തമാണ്, ഹറാം വ്യക്തമാണ്. അതുപോലെ ഇന്ന് സർവ്വസാധാരണമായി വളരെ ലാഘവത്തോടുകൂടി കാണുന്ന ഒരു ബിസിനസ്സാണ് ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന. അതിനുവേണ്ടിയിട്ട് യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പഠിക്കുന്ന ചെറിയ വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഉപയോഗിക്കുന്നു. മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും MDMന്റെയും വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ചെയ്യിച്ചിരിക്കുകയാണ്. പത്രങ്ങളിൽ ദിനം പ്രതി നമ്മൾ വായിക്കുന്നുണ്ട്. ആ പേരുകൾ വായിച്ചു കഴിഞ്ഞാൽ മുസ്ലിം കുട്ടികളുടെ പേര് കാണാൻ പറ്റും. യഥാർത്ഥത്തിൽ പച്ചയായ ഹറാമാണ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ മാത്രമല്ല ഹറാം, അല്ലാഹുവിന്റെ പ്രവാചകൻ അതിന്റെ വിൽപ്പനയെയും ഹറാമാക്കി. ബുഖാരി ശരീഫിന്റെ റിവായത്തിലുണ്ട്, ബലഗ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അന്ന ഫുലാനൻ യബീഉ ഖംറൻ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് ഒരു മനുഷ്യനെക്കുറിച്ച് ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമറിന് വിവരം നൽകപ്പെട്ടു. ഇന്ന വ്യക്തിയാണ് എങ്കിൽ ലഹരി പദാർത്ഥങ്ങളുടെ വിൽപ്പന നടത്തുന്നു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയുണ്ടായി, അല്ലാഹു അവനെ നശിപ്പിക്കട്ടെ. അലം യഅലം, അയാൾക്ക് അറിയില്ലേ, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഅന യഹൂദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ യഹൂദികളെ ശപിക്കുകയുണ്ടായി. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ഖാതലല്ലാഹുൽ യഹൂദ് ഹുദിമത അലൈഹിമുശ് ശുഹൂദ് ഫജമലുഹാ ഫബാഉഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ എന്തുകൊണ്ടാണ് യഹൂദികളെ ശപിച്ചത്? യഹൂദികൾക്ക് കൊഴുപ്പ് ഉപയോഗിക്കൽ ഹറാമാക്കപ്പെട്ടു. മൃഗങ്ങളുടെ കൊഴുപ്പ് ഉപയോഗിക്കൽ ഹറാമാക്കപ്പെട്ടു. ഖുർആൻ ശരീഫിന്റെ ആയത്തിലൂടെ യഹൂദികൾക്ക് ഹറാമാക്കപ്പെട്ടത്. അപ്പൊ ഈ കൊഴുപ്പ് ഉപയോഗിക്കൽ ഹറാമാക്കപ്പെട്ടപ്പോ മൃഗങ്ങളെ അറുക്കുമ്പോഴൊക്കെ ധാരാളം കൊഴുപ്പടിഞ്ഞു കൊടുക്കും. അവരെന്ത് ചെയ്തു? ഭയങ്കരമായ കുതന്ത്രത്തിന്റെ ആൾക്കാരായിരുന്നു, കുബുദ്ധിയുടെ ആൾക്കാരായിരുന്നു. അവരെ ആ കൊഴുപ്പിനെ ഉരുക്കി എന്നിട്ട് അതിനെ വിൽപ്പന ചരക്കാക്കി മാർക്കറ്റിൽ കൊണ്ടുവന്നു. ഉപയോഗിക്കൽ ഹറാമാക്കി, അതുപോലെ തന്നെ അതിന്റെ വിൽപ്പനയും അല്ലാഹു ഹറാമാക്കി. എന്നാൽ കുതന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ഒരുക്കി വിൽപ്പന നടത്തിയ യഹൂദികളെ അല്ലാഹു ശപിച്ചു. അല്ലാഹു നശിപ്പിക്കട്ടെ എന്ന് പ്രവാചകൻ പറയുകയാണ്. ഒരു സംഗതി ഹറാമാക്കി കഴിഞ്ഞാൽ അതിന്റെ വിൽപ്പനയും ഹറാമാണ് എന്നതിലേക്കുള്ള സൂചനയാണ്. ലഹരി പദാർത്ഥങ്ങൾ വിൽപ്പന നടത്തൽ ഇത് ശക്തമായ ഹറാമാണ്. അതുപോലെയാണ് ഇന്ന് വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ വളരെ രഹസ്യമായി ആസൂത്രിതമായി പല ആൾക്കാരുടെ ചുവട് പിടിച്ചുകൊണ്ട് അവർ നടത്തുന്ന ഒരു വ്യാപാരമാണ് മനുഷ്യക്കടത്ത്. ഭിക്ഷാടനത്തിനു വേണ്ടി അല്ലെങ്കിൽ അവരുടെ അവയവങ്ങൾ കിഡ്നിയും മറ്റും എടുത്ത് വിൽപ്പന നടത്തുന്നതിനു വേണ്ടി. ഇത് എത്ര ഗുരുതരമായ പാതകമാണ്. ബുഖാരി ശരീഫിന്റെ റിവായത്തിൽ വരുന്നുണ്ട്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹു പറയുകയാണ്, അന ഖസ്മുഹും യൗമ സലാസത്തുൻ അന ഖസ്മുഹും യൗമൽ ഖിയാമ. മൂന്ന് വിഭാഗം ആൾക്കാരോട് ഞാൻ ഖിയാമത്തിന്റെ ദിനത്തിൽ വഴക്കുണ്ടാക്കും. അല്ലാഹു വഴക്കുണ്ടായി കഴിഞ്ഞാൽ സൃഷ്ടികൾ പരസ്പരം വഴക്കുണ്ടാക്കിയാൽ നമ്മൾ വാചാലാണ് എങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. അല്ലാഹു നമ്മോട് തർക്കിച്ചാൽ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മൂന്ന് വിഭാഗം ആൾക്കാരോട് അല്ലാഹു തർക്കിക്കും, അവൻ പരാജയപ്പെടും, അവൻ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയനാകും. ഒന്നാമതായി അഅതാബി തുമ്മ ഗദ. എന്റെ പേരിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഇടപാടുകൾ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തു, എന്നിട്ട് അവൻ അതിൽ വഞ്ചന കാണിച്ചു. അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ പറയും, പിന്നീട് ചെയ്യത്തിൽ അത് പൂർത്തിയാക്കും. രണ്ടാമതായി പ്രവാചകൻ പറയുകയാണ്, ഒരു മനുഷ്യൻ സ്വതന്ത്രനായ മനുഷ്യനെ വിൽപ്പന നടത്തി, ആ വിൽപ്പനയിലൂടെ കിട്ടുന്ന സമ്പത്ത് കൊണ്ട് വലിയ സമ്പന്നനായി. മൂന്നാമതായി ഇന്ന് സർവ്വസാധാരണമായി നടക്കുന്ന ഒരു കാര്യം.
വലിയ വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തും, ജോലിക്ക് വേണ്ടി ആൾക്കാരെ വിടും. അവരെ കൊണ്ട് നല്ലതുപോലെ എല്ലാം മുറിയെ പണിയെടുപ്പിക്കും. പല എന്നാൽ അവരുടെ കൂലി കൊടുക്കും. അതുകൊണ്ട് ഏത് ജോലിക്ക് വേണ്ടിയാണ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ കൂലി നിശ്ചയിക്കുക. ആ നിശ്ചയിക്കുന്ന കൂലി വളരെ കൃത്യമായി കൊടുത്തുവിടണം. അങ്ങനെ കൊടുത്തു വീടാതെ നാളെ ആഖിറത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ നിസ്കാരവും നോമ്പും ഒന്നും പരിഗണിക്കൂല. അല്ലാഹു നേരെ നരകത്തിൽ പിടിച്ച് ഒന്നക്കാക്കുമാറാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഇടയിൽ വ്യാപിച്ചു പോയിരിക്കുന്ന ഒരു സംസ്കാരമാണ് പട്ടി സംസ്കാരം എന്ന് പറയുന്നത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയവർക്ക് അറിയാൻ പറ്റും. ഏത് കാറിലാണെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഒരു പെണ്ണ് ഡ്രൈവറായിട്ടുണ്ടാവും, അപ്പുറത്ത് സീറ്റിൽ ഇരിക്കുന്നത് ഒരു പട്ടിയായിരിക്കും. ഈ പട്ടി കാട്ടിക്കുന്നതും ഇത് നോക്കി ഇങ്ങനെ നടക്കുക അവരുടെ ജോലി. അതിനെ വളർത്തുക. മനുഷ്യർക്കൊരു വിലയും നിലയില്ലാത്തൊരു സംസ്കാരമുണ്ടാകും. പട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ബുഖാരി ശരീഫിലെ റിവായത്താണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ അൻ തമനിൽ കൽബ്. പട്ടിയെ വിൽപ്പന നടത്തി അതിലൂടെ സമ്പാദിക്കുന്നതിന് നബിതങ്ങൾ വിലക്കിയിരിക്കുകയാണ്. അതുപോലെ മറ്റൊരു സമ്പാദ്യമാർഗം ഇന്ന് പ്രചരിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ കാലത്തെ ഉണ്ടായിരുന്ന ഒരു ചികിത്സാ രീതിയായിരുന്നു ഹിജാമ, പൊക്കുപോയി. അതിൽ നിന്ന് ആരെങ്കിലും പൈസ കൊടുത്തോ വാങ്ങാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ സമ്പാദ്യം ശരിയായതല്ല എന്ന പ്രവാചകൻ പഠിപ്പിക്കുന്നു. ബുഖാരി ശരീഫിലെ റിവായത്താണ്, വനഹാ അൻ തമനി തമീം. ഹിജാമ അഥവാ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് രക്തം പുറപ്പെടുവിക്കുന്ന ചികിത്സാ രീതി ചെയ്തിട്ട് പൈസ വാങ്ങൽ, അത് സമ്പാദ്യമാർഗമാക്കലിന്റെ വിരൽ നടത്തുന്നു. ആ സമ്പാദ്യം ഒരു നല്ല സമ്പാദ്യം. ആർക്കെങ്കിലും ഹിജാമ ചെയ്തു കൊടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും. ഇത് പുതിയ പുതിയ ചികിത്സാ സമ്പ്രദായങ്ങൾ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അവര് സാധാരണയായിട്ട് അലോപ്പതി, ഹോമിയോപ്പതി എല്ലാവരെയും ആശ്രമിക്കും. ഇവര് ഹിജാമയ്ക്ക് വേണ്ടി മേടിക്കുന്ന പൈസ ഒരാളെ ഹിജാമ ചെയ്യുന്നതിന് വേണ്ടി 750 മേടിക്കും. ഒരു കപ്പിന് 500 രൂപ വെച്ച് മേടിക്കുന്നവരുണ്ട്. ഇത് നല്ല സമ്പാദ്യമാർഗം ഹറാമാക്കിയിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്തപ്പോൾ ഒരു അടിമയ്ക്ക് കൂലി നൽകിയ സ്വന്തം ബുഖാരിയിൽ വരുന്നല്ലോ. പക്ഷേ നബി ഇതൊരു നല്ല സമ്പാദ്യ മാർഗമായിട്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഹിജാമ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം സമ്പാദ്യ മാർഗമാക്കുന്നത് ശരിയായി നബി തങ്ങൾ പറഞ്ഞു, വനഹാ അനിൽ വാസിമതി വൽ മുസ്തൗസിമതി വആഖിലി ദിബാ വമുഖിലഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പച്ച കുത്തിക്കുന്നതിനെ തടഞ്ഞു, പച്ച കുത്തിക്കുന്നവരെയും തടഞ്ഞു. ഇന്ന് ടാറ്റു ചെയ്യുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. ഇതൊരു വലിയ ബിസിനസ്സാണ്. അതിലൂടെ ധാരാളം സമ്പത്ത് കിട്ടുന്നുണ്ട്. പച്ചയായ ഹറാമാണ്. ഈ ബ്യൂട്ടി പാർലറിലൂടെ ചെയ്തു കഴിഞ്ഞാൽ മറ്റ് സംവിധാനങ്ങളിലൂടെ ചെയ്തു കഴിഞ്ഞാൽ പലിശ തിന്നലും തീറ്റിക്കലും ലഭിതങ്ങൾ തടഞ്ഞിരിക്കുകയാണ്. രൂപങ്ങൾ നിർമ്മിക്കുന്നവരെയും ലഭിതങ്ങൾ തടഞ്ഞിരിക്കുക. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫോട്ടോ എടുക്കുന്ന സ്ഥാപനങ്ങൾ സ്റ്റുഡിയോയും മറ്റും ഉണ്ടാക്കുന്ന ഉചിതമാണ്. മറൂറത്തിന്റെ സന്ദർഭത്തിൽ മഹദൂറുകൾ ജായിസാകുന്ന സന്ദർഭം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ടിൽ ഫോട്ടോ എടുക്കാൻ കുഴപ്പമില്ല, ഐഡന്റിറ്റി കാർഡുകളുടെ ഫോട്ടോകൾ എടുക്കാൻ കുഴപ്പമില്ല. ഇതല്ലാതെ വെറുതെ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്ന രൂപം നല്ലതല്ല. രൂപങ്ങൾ നിർമ്മിക്കുക എന്നതിനെ വിശുദ്ധ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അതിന്റെ വിൽപ്പനയും വിശുദ്ധ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം നമ്മളുടെ ഇടയിൽ പ്രചാരം നേടപ്പെട്ടിരിക്കുന്ന കച്ചവട സംവിധാനങ്ങൾ അത് നമ്മൾ സൂക്ഷിക്കണം. ഇനി മുശ്രിക്കുകളുമായി അമുസ്ലിമീങ്ങളുമായി കച്ചവട ബന്ധത്തിൽ ഏർപ്പെടാമോ? ഒരു കുഴപ്പമില്ല. ബുഖാരി ശരീഫിന്റെ റിവായത്തിൽ വരുന്നുണ്ട്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകനുമായി അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്യുമ്പോൾ مع النبي صلى الله عليه وسلم إذ جاءه مشرك مسعان طويل بغنم يسوقها. ഈ സന്ദർഭത്തിൽ വലിയ പൊക്കമുള്ള ആജാനുബാഹുവായ ഒരു മുസ്ലിം ആടിനെയും കൊണ്ട് വരികയാണ്.
അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, ഇത് വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ, എനിക്ക് സമ്മാനമായി കൊണ്ടുവന്നതാണോ? ആ മുശ്രിക്ക് പറഞ്ഞു, വിൽപ്പനയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അയാളിൽ നിന്ന് ആ ആടിനെ വിലയ്ക്ക് വാങ്ങി. മുശ്രിക്കുമായി ഇടപാട് നടത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല. ഖുർആൻ ശരീഫിൽ അല്ലാഹു പറയുന്നുണ്ട്, لا ينهاكم الله عن الذين لم يقاتلوكم في سبيل الله ولم يخرجوكم من دياركم أن تبروا وتقسطوا إليهم إن الله يحب المقسطين. നിങ്ങളുമായി യുദ്ധത്തിൽ ഏർപ്പെടാത്ത മുശ്രിക്കീങ്ങൾ, നിങ്ങളെ നാടുകളിൽ നിന്നും വീടുകളിൽ നിന്നും പുറത്താക്കാത്ത മുശ്രിക്കീങ്ങൾ, അവർക്ക് നിങ്ങൾ ഗുണം ചെയ്യുന്നതിൽ തെറ്റില്ല, അവരോട് നീതിയോടെ വർത്തിക്കുന്നതിലും കുഴപ്പമില്ല. കച്ചവട കാര്യങ്ങളിൽ അങ്ങനെയുള്ളവരുമായി ബന്ധപ്പെടാൻ കുഴപ്പമില്ല. അതുപോലെ തന്നെ കച്ചവടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, റഹിമല്ലാഹു സംഹൻ ഇദാ ബാഅ വഇദശ്തറ വഇദഖത. വിൽക്കുന്നവനും വിട്ടുവീഴ്ചയുടെ സമീപനം നടത്തണം, വാങ്ങുന്നവനും വിട്ടുവീഴ്ചയുടെ സമീപനം നടത്തണം, കടം ആവശ്യപ്പെടുന്നവനും വിട്ടുവീഴ്ചയുടെ സമീപനം നടത്തിയാൽ അല്ലാഹു അവർക്ക് കരുണ ചെയ്യും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം. അതുകൊണ്ട് നമ്മൾ ഹലാലായ സമ്പാദ്യ മാർഗങ്ങളുമായി ബന്ധപ്പെടണം. ഹറാമായ സമ്പാദ്യ മാർഗങ്ങളിൽ നിന്ന് നാം ഒഴിവാക്കണം. ഏതെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കണം. ശരിയായ പരിജ്ഞാനമുള്ള ഫുഖഹാക്കളായ ഉലമാക്കളുടെ അടുക്കൽ പോയി ഇതിന്റെ നിയമം എന്താണ്, ഇത് ഹലാലാണോ ഹറാമാണോ എന്ന് ചോദിച്ചിട്ടായിരിക്കണം നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. നമ്മുടെ പൈസകൾ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എവിടെയെങ്കിലും കൊണ്ടുപോയി പൈസ എടുക്കുന്ന ചിലപ്പോൾ എന്തെങ്കിലും കുറെ ദീനിന്റെ ആൾക്കാരെ കണ്ടുകൊണ്ടും കൊണ്ട് പൈസ തള്ളാറുണ്ട്. എല്ലാവരും കുപ്പിക്കാരും നല്ല ചുപ്പുള്ളവരും കമീസുള്ളവരും. അപ്പൊ ഇത് ഫുള്ള് ഹലാലാണെന്ന് ധരിച്ചുകൊണ്ട് പൈസ എവിടെ കൊണ്ട് തള്ളിക്കഴിഞ്ഞാൽ അവരെ പൈസ കൊണ്ടുപോകും. ഇപ്പൊ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പലരും ഈ കോല കെട്ടുന്നവരുണ്ട്, ഈ കമീസ് ഇടുന്നവരുണ്ട്, തൊപ്പി ഇടുന്നവരുണ്ട്. ഭയങ്കര വാചാലമായിട്ട് പ്രൊഫൈൽ ചുമ്മാ ഈ കടയിൽ തുറക്കത്തില്ല. കേൾക്കപ്പെടുത്തി നമ്മൾ ഇതേ കണക്ക് ഹലാല് പറയുമ്പോൾ ഉണ്ടാവുന്നില്ല. കോടികൾ കൊണ്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ നാളെ ഒരാളിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ കേരളക്കാരായ ആൾക്കാരുടെ ബലഹീനതയാണ് ചെന്ന് വീണുകൊടുക്കും. കാരണം എങ്ങനെയെങ്കിലും വെറുതെ ഇരുന്ന് പൈസ കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിലിരുന്ന് ഇങ്ങനെ തിന്നാമെന്നാണ് ധരിക്കുന്നത്. കുറച്ച് പണിയെടുക്കണം. ഹലാലായ സമ്പാദ്യ മാർഗങ്ങളുടെ ധാരാളം സംവിധാനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ വളരെ സുലഭമായിട്ട് തന്നെ ഉണ്ട്. അതുമായി ബന്ധപ്പെടുക. ദിവസം കിട്ടുന്ന വേദന കൊണ്ട് നമ്മുടെ ഭാര്യ മക്കൾ അന്നം കഴിക്കുക. അതിലൂടെ നമ്മൾ പരിശുദ്ധരാകും, നമ്മുടെ തലമുറയും പരിശുദ്ധരാകും. സർവശക്തനായ അല്ലാഹു തൗഫീഖും ഹിദായത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.